ഉം. ആ. 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 നീ ഇതുവരെ പോയില്ലായിരുന്നോ? നോ ബേബി, നീ എന്ത് ചെയ്യാണ്? നിന്നെ ഒന്ന് സഹായിക്കാന്ന് കരുതി. ഏയ്, നിനക്കെന്താ വട്ടാണോ? നീ നീ വേഗം പൊക്കെ വിടുന്ന്. എവിടെ? നിനക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ തന്നെ. ഇവിടെ വരുമ്പോ നേരത്തെ പോവാന്നും കരുതിയാ വന്നത്. എന്നാ രാത്രിയിലെ സംഭവം കഴിഞ്ഞതിന് ശേഷം നിന്റെ കൂടെ തന്നെ ജീവിക്കാന്ന് കരുതി. ഓക്കെ ലിയ, നീ എവിടെയാണെന്ന് പറഞ്ഞാ മതി. നീ വിളിക്കുമ്പോഴൊക്കെ വരാം. ആഗ്രഹം എല്ലാം സാധിച്ചില്ല. നീ ഇപ്പൊ പോവും. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ കല്യാണത്തെ കുറിച്ചാ. ഓ എന്റെ ദൈവമേ. ഉഫ്. ലിയ, ഇവിടെ വാ. ബാ, ഇവിടെ ഇരിക്കെ. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ്. വാട്ട്? 3 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ഓ നോ. എന്തുകൊണ്ടാ നീ ഇത് നേരത്തെ പറയാഞ്ഞത്? നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെന്തിനാ നീ ഇങ്ങനൊക്കെ? സോറി, ഐ എം സോറി. എന്റെ കല്യാണം കഴിഞ്ഞ കാര്യം നിന്നോട് പറയാതിരുന്ന തെറ്റ് തന്നെയാണ്. രാത്രിയിൽ അറിയാതെ തെറ്റ് പറ്റിപ്പോയതാണ്. മിണ്ടി പോരുത് നീ. ഛേ, ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്? ഓ. ഐ എം സോറി ലിയ. ഓക്കെ ബേബി, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിരിഞ്ഞെനിക്കിനി ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നീ ഇങ്ങനൊക്കെ ചെയ്യാണെങ്കിൽ നീ നിന്റെ ഭാര്യയോടൊപ്പം സന്തോഷമായിട്ടല്ലെന്നല്ലേ അർത്ഥം? അതൊക്കെ പോട്ടെ, ഒരു കാര്യം ചെയ്യാം. നീ നിന്റെ വൈഫിനെ വിട്ടേക്ക്, നമുക്ക് കല്യാണം കഴിക്കാം. ഓക്കെ ആണോ? എന്താ, നിനക്കെന്താ വട്ടാണോ? എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അവളെന്റെ ജീവനാണ്. അവൾ നിന്റെ ജീവനാണെങ്കിൽ പിന്നെ എന്നെ എന്തിനാ സ്നേഹിച്ചത്? ഇങ്ങോട്ട് നോക്ക്. നടന്നൊക്കെ നടന്നുപോയി. നൈറ്റിൽ നമ്മൾ എൻജോയ് ചെയ്തു. നടന്നതെല്ലാം മറന്നിട്ട് നീ ഇപ്പൊ പോയിരുന്നെങ്കിൽ എനിക്കെന്റെ ജോലി ചെയ്യായിരുന്നു. മറന്നുകളയാൻ ഇത് ചെറിയ കാര്യമൊന്നും അല്ല. ഏയ്, എന്താടി? ഞാൻ ഒരാൾ മാത്രമല്ലോ തെറ്റ് ചെയ്തത്. നമ്മൾ രണ്ടുപേരും ഉത്തരവാദിയല്ലേ? നീ തന്നെ പറ. രാത്രി ഞാൻ കോഫി ഓഫർ ചെയ്തപ്പം നീ തന്നെയല്ലേ പറഞ്ഞേ വൈൻ മതിയെന്ന്? അതുകൊണ്ട് നിനക്കിതൊരു പ്രശ്നമല്ലെന്ന് ഞാൻ വിചാരിച്ചു. നീ എന്താ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? നിനക്കിത് ഫസ്റ്റ് ടൈമൊന്നും അല്ലല്ലോ. എനിക്ക് മനസ്സിലായി. നിനക്ക് എത്ര രൂപ വേണ്ടത് ഞാൻ തരാം. ബേബി, 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 സോറി ബേബി. ദേഷ്യത്തിൽ അടിച്ചു പോയതാ. നീ എന്നെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലേ. ഞാൻ പറയുന്നത് അനുസരിക്ക്, നമുക്ക് സന്തോഷായിട്ട് ജീവിക്കാം. നീ ഇതെന്തായി ചെയ്യുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്. കയ്യൊന്ന് അഴിക്കാന്നിട്ട് സംസാരിക്കാം. എന്നെ കല്യാണം കഴിക്കാന്ന് പറ, കെട്ടഴിച്ചു വിടാം. രാജ്, ഞാൻ അവസാനായിട്ട് ചോദിക്കുക, എന്നെ കല്യാണം കഴിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? നിനക്കെന്താ വട്ടാണോ? ഞാൻ എന്റെ എല്ലാ കാര്യം പറഞ്ഞല്ലേടി. അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യ. എന്നെ കല്യാണം കഴിച്ചു, അല്ലെങ്കിലേ ചത്തുകളയും ഞാൻ. നോ 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 നോ. അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. നീ ഇതെന്താണ് ചെയ്യുന്നത്? അല്ല, ഞാൻ എന്തിനു ചാകണം രാജ്? നീ തെറ്റ് നീയല്ലേ ചെയ്തത്? ശരി ബേബി, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. നിനക്കെന്താ വട്ടാണോ? എന്റെ കല്യാണം കഴിഞ്ഞാടി. രാത്രി എന്റെ കൂടെ കിടക്കും, മനസ്സിലായില്ലേ നിനക്ക് കല്യാണം കഴിഞ്ഞതാന്ന്? ഞാൻ നിന്നോട് യാചിക്കുകയാണ്, എന്നെ വെറുതെ വിട്. ഒരു പെണ്ണിന് 2-3 പേരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ക്യാരക്ടർലെസ് എന്ന് പറയുന്നു. പക്ഷെ ആണുങ്ങൾ നിങ്ങൾ എത്ര പേരുടെ കൂടെ വേണേലും പോവല്ലേ? ഓഹോ, ഞങ്ങളെപ്പോലെ നിങ്ങൾ ഗർഭിണികളാവില്ലല്ലേ? ഭാര്യ കല്യാണത്തിൽ പോയാലോ പുറത്തെങ്ങോട്ടെങ്കിലും പോയാലോ അടുത്ത വീട്ടിലെ പെണ്ണിനെ നോട്ടുന്ന എല്ലാ അമ്മമാരും പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെയാടാ.
ഏതോ ഒരു ബേബിയാ വിളിക്കുന്നേ. ഹായ് ബേബി, ഒരു അരമണിക്കൂറിൽ ഞാൻ ഓഫീസിലെത്തും. എന്താ ഒന്നും പറയാത്തെ? ഹലോ ഹലോ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അവള് വന്നു. ഇന്നലെ രാത്രി സംഭവിച്ചത് മറന്നു കളയാം. എന്ത് ചെയ്യാനോ, ഒരു മാസം വിഷമിക്കും. പക്ഷെ നീ ലൈഫ് ലോങ് മറക്കരുത്. നിന്റെ വൈഫ്, നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആരും നിന്നെ മറക്കാൻ പാടില്ല. മറക്കില്ല. മറക്കാത്ത പോലെ ഞാൻ ഒരു കാര്യം ചെയ്യും. നീ എന്താ ചെയ്ത?